நேம் ஞாபகம் இருக்காமா இருக்கு நேம் അഫ്സിന് അയാനല്ലേ എപ്പോഴും ഇവരെ മാനേജറാക്കിയുടെ പ്രധാന കാരണം അതാണ്, മനസ്സിലായോ? യാസിർ എൻ്റെ പെങ്ങളോടും മനോട് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അത്രേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആദ്യത്തെ ഒരുമിച്ച് കഴിച്ചു, ഇപ്പോൾ അത് ഇപ്പം ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇക്ക അവിടുന്ന് സെക്സ് ഗേൾ ആണോ? അസ്തഫിറുല്ലാ ഷിഹാബ്, എന്താണ് ഈ പറയണത്? അതൊന്ന് പറഞ്ഞെന്നാ. തനിക്കിപ്പോൾ കണ്ടിട്ട് എന്താ തോന്നിയ? അങ്ങനെ തോന്നിയാ? അയ്യോ അയ്യോ, മൂപ്പര് ചിലപ്പോൾ അറിയാത്തോട് ചോദിച്ച കാര്യം അയാൾ നമ്മളെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ? ആഷിഫ് ഹായ്. ഹായ് മഞ്ചത്തി. ഷിയാബ മുഖത്ത് നോക്കി, അതെ സത്യം, എന്ത് സാധുവാണ് ഞാനും. ലൈവിൽ വരുമ്പോൾ എന്തൊക്കെ പൈസ ചെയ്യണം, സത്യം അതാണ്. മൈൻഡ് യുവർ വേർഡ്സ് ഷിഹാബ്. ഓ, എത്ര ആൾക്കാരോ സ്റ്റാൻഡേർഡ് നോക്കി. അതൊന്നും നമ്മൾ മൈൻഡാക്കി ഇരിക്കാറില്ല. ഈ ചെവിയോട് കിട്ടി ചെവി കൂടെ വിടണം, അതൊക്കെ ഓരോരുത്തരുടെ സംസ്കാരം. നമ്മുടെ സംസ്കാരം അതല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പറയണില്ല. ഓക്കെ, അല്ലെങ്കിൽ പോയി ഇന്നോട് സെക്സുകളാണ് ചോദിക്കും, ഈ സെക്സ് ബോയ് ആണോ എന്ന് ചോദിക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് അതല്ല. നമ്മൾ എത്ര പല പല കൾച്ചറിലുള്ള പല പല സംസ്കാരമുള്ള ആൾക്കാർ നമ്മൾ കാണൂലേ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ സംസ്കാരം കീപ്പ് ചെയ്യണം. എനിക്ക് ഫീലാവാത്ത കേടൊന്നുമില്ല. വെറുതെ ഇരിക്കണം ഇന്നെ വന്നുകൊണ്ട് ഇന്നോട് അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ഫീലാവുണ്ട്. പിന്നെ എന്താ വെച്ചാൽ അത് ഓരോരുത്തരുടെ സ്വഭാവം, അത്രേ ഉള്ളൂ. എനിക്ക് നല്ലോണം ഫീൽ ആവുന്നുണ്ട്. ഇതിപ്പോൾ വെറുതെ ഞാൻ ഒന്നും ചെയ്യാതെ അയാളിനോട് വന്ന് ഇത് മാത്രം, വേറെ എന്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അത് ഓരോരുത്തരുടെ സംസ്കാരം, അത്രേ ഉള്ളൂ. നമ്മൾ ഒന്നും ചെയ്യണില്ലല്ലോ, ഞാനൊന്നും ചെയ്തിട്ടല്ല അയാളിനോട് അങ്ങനെ ഒന്നും ചോദിച്ചത്. പിന്നെ അയാൾ അങ്ങനെ ചോദിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ വല്ല മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവും, അല്ലെങ്കിൽ അയാൾ സംസ്കാരം, അത് അത്ര കരുതിയാൽ മതി. അതായത് ഞാൻ ചെയ്തിട്ട് അയാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ഫീലിങ്സ് ഉണ്ടാവില്ല. അതൊന്നും ചെയ്യാതെ അയാൾ ചോദിക്കുമ്പോൾ എനിക്കും ഫീലിങ്സ് ഉണ്ടോ. നല്ല കരയാം. ഓ, അങ്ങനെയൊന്നും കരയുടെ ആളല്ല ഞാൻ, പറഞ്ഞില്ലേ. അധിക പ്രസംഗം മാത്രമല്ല, ജീവിക്കണ്ടേ ചേട്ടാ. ഇനി റിയാക്ട് ഇല്ല അങ്ങനെ പറയരുത്. പക്ഷെ നമ്മൾ മറ്റേ റിയാക്ട് ചെയ്യാതെ ഇരിക്കരുത് കേട്ടോ. റിയാക്ട് ചെയ്യാതെ ഇരിക്കണം. അതൊക്കെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് കൊടുക്കണം. തൻ്റെ നമുക്ക് ലൈഫിൽ പാടും. ഇപ്പോൾ നാളെ ഒരു കാലത്ത് നമ്മൾ ഒറ്റക്കാണൊരു സിറ്റുവേഷൻ വന്നു എന്ന് കരുതി നോക്കി നോക്ക്, വരൂലെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കണ്ടേ, അല്ലാതെ അയ്യോ എല്ലാം പോയി ആരുമില്ല എന്ന് പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അതോടെ നമ്മളെ ലൈഫ് അവിടെ കിടന്ന് മൂഞ്ചും. ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ആരുമില്ല എന്ന് കരുതിക്കോ, അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കണം. ഓക്കെ, അപ്പോൾ തൻ്റെ നമുക്ക് വേണം, അധിക പ്രസംഗം വേണം, ഒക്കെ വേണം. പറഞ്ഞില്ലേ നിൻ്റെ തല. താങ്ക് യു. എനിക്കറിയാം എന്നോടുള്ള സ്നേഹം കൊണ്ട് റിയാക്ട് ചെയ്യണതാണ് എന്ന്, അത് എനിക്കറിയടോ. അറിയുന്ന സാധനം ഉപ്പിലിട്ട് വെക്കാൻ വെക്കേണ്ടി വരും. മുല ഉമ്മ പ്ലീസ്. വീട്ടിൽ ഉമ്മ ഉണ്ടോ ചേട്ടാ? ഹമീനെ ഈസ് യുവർ ഡു യു ഹാവ് മദർ ഓർ ഡാഡ്? ദെൻ ആസ്ക് ടു ഹെർ. കിട്ടിയാ പറയട്ടാ. മലയാളം അറിയാലോ, യഥാർത്ഥ ഇംഗ്ലീഷിലായിരുന്നല്ലോ ടൈപ്പ് ചെയ്ത്. എങ്ങനെ എനിക്ക് ഇംഗ്ലീഷുള്ള അറിയാമെന്നുള്ളത്. മലയാളം വളരെ നന്നായിട്ട് അറിയാമല്ലേ. കണ്ടൻറ്റായി ഇവിടെ ചെയ്യാ. ഇത്രയും വൃത്തിയായിട്ടവന്മാരുണ്ടാവും, എനിക്ക് കണ്ടൻറ്റ് ക്ഷാമം ഉണ്ടാവില്ല. മനസ്സിലായോ? ലൈവിൽ ഇത്രയും വൃത്തിയായിട്ടവന്മാരുണ്ടാവുന്നിടത്തോളം കാലം എനിക്ക് കണ്ടൻറ്റിന് ക്ഷാമം ഉണ്ടാവില്ല. മുഹമ്മദ് യാസിർ, സോറി എതുക്ക്